अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ के परमार्थ की, सार्थ की जिसकी बने श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. മഹാഭാരതം കിളിപ്പാട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതില് സംഭവ പർവത്തില് ദേവയാനി ചരിതം, അതിലെ ഒന്നാമത്തെ ഭാഗം നമ്മൾ അനുസ്മരിക്കുകയാണ്. ദേവാസുരന്മാര് നമുക്കറിയാം എപ്പോഴും കലഹിക്കുന്ന ആൾക്കാർ. അപ്പൊ അങ്ങനെ ദേവാസുര യുദ്ധം പലപ്പോഴും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ദേവാസുര യുദ്ധമുണ്ടായ അവസരത്തില് രണ്ടു കൂട്ടരും ഓരോ ആചാര്യന്മാരെ തിരഞ്ഞെടുത്തു. ബൃഹസ്പതി ദേവന്മാരുടെ ഗുരുവായിട്ടും ആചാര്യനായിട്ടും, ശുക്രാചാര്യൻ അസുരന്മാരുടെ ഗുരുവായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പൊ അങ്ങനെ ആചാര്യന്മാരായിട്ട് വന്നവരില് ശുക്രാചാര്യനുള്ള ഒരു പ്രത്യേകത, അദ്ദേഹത്തിന് മൃതസഞ്ജീവനി വിദ്യ വശമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മരിക്കുന്ന ആൾക്കാരെയൊക്കെ തന്റെ ഈ വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ശുക്രാചാര്യൻ ജീവിപ്പിക്കുമായിരുന്നു. പക്ഷെ ഈ വിദ്യ ആകട്ടെ ബൃഹസ്പതിക്ക് വശമില്ലാതാണ്. അപ്പൊ ദേവന്മാര് അസുരന്മാരെ അരിഞ്ഞിരിഞ്ഞ് വീഴ്ത്തിയാലും അവർക്കതിൽ കൂസലൊന്നുമില്ല. കാരണം ശുക്രാചാര്യൻ മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ജീവിപ്പിച്ച് കൊള്ളും. അപ്പൊ അങ്ങനെ അസുര ദേവ യുദ്ധം ഉണ്ടാകുമ്പോഴൊക്കെയും കൊല്ലപ്പെടുന്ന അസുരന്മാരൊക്കെ വീണ്ടും ജീവിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തില് പരാജയപ്പെടുന്നത് ദേവന്മാരായിട്ട്. അപ്പോൾ ഇങ്ങനെ ദേവന്മാരെല്ലാവരും കൂടി ആലോചിച്ചു കഴിഞ്ഞപ്പോൾ എപ്പോഴാണോ ഈ മൃതസഞ്ജീവനി വിദ്യ തങ്ങൾക്ക് കൂടി വശമാകുന്ന ആ സമയത്ത് മാത്രമേ തങ്ങൾക്കും രക്ഷയുള്ളൂ അല്ലെങ്കിൽ ജയമുള്ളൂ എന്ന് ഇവർ മനസ്സിലാക്കി. അങ്ങനെ അവരെല്ലാവരും കൂടിയിട്ട് ബൃഹസ്പതിയുടെ മകനായിരിക്കുന്ന കജന്റെ അടുക്കൽ ചെന്നു. കജനോട് ഈ കാര്യം സൂചിപ്പിച്ചു. മൃതസഞ്ജീവനി വിദ്യ വശമാക്കി കഴിഞ്ഞാലേ നമുക്ക് ജയമുള്ളൂ. അതുകൊണ്ട് അങ്ങ് ശുക്രാചാര്യന്റെ ശിഷ്യനാകണം. മകളായിരിക്കുന്ന ദേവയാനിയെ വശത്താക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഈ മൃതസഞ്ജീവനി വിദ്യ അങ്ങേക്ക് സ്വയത്തമാക്കാനൊക്കെ ആയിട്ട് കഴിയും. കാര്യം മകളോട് അതിയായ സ്നേഹമുള്ള ആളാണ് ശുക്രാചാര്യൻ. അതുകൊണ്ട് മകള് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും അദ്ദേഹം ചെയ്യും. അപ്പൊ ഇങ്ങനെ കജനോട് ഈ കാര്യങ്ങളൊക്കെ ദേവന്മാര് സൂചിപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് കജൻ വേഗം തന്നെ അസുരന്മാരുടെ നഗരത്തിലേക്ക് ചെന്നു. ആ സമയത്ത് അസുര ചക്രവർത്തി വൃഷപർവാവ് എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ മകൾ
ആണ് ശർമ്മിഷ്ഠ എന്ന് പറയുന്ന കന്യക. അപ്പൊ അങ്ങനെ വൃഷപർവാവ് അസുര ചക്രവർത്തിയായിരിക്കുന്ന നഗരത്തിലേക്ക് പ്രവേശിച്ചു. ശുക്രാചാര്യന്റെ ആശ്രമത്തിൽ ചെന്നു. കജൻ അദ്ദേഹത്തെ കണ്ട് നമസ്കരിച്ചു. തൻ്റെ ഗുരുവായിട്ട് അദ്ദേഹത്തെ സ്വീകരിച്ചു. ഒപ്പം ശുക്രാചാര്യനോട് പറയുകയുണ്ടായി, ഞാൻ ബൃഹസ്പതിയുടെ പുത്രനാണ്. 1000 വർഷത്തോളം അങ്ങയെ സേവിച്ചുകൊണ്ട് പാദ ശുശ്രൂഷ ചെയ്തുകൊണ്ട് വിദ്യകളൊക്കെ അഭ്യസിക്കാനൊക്കെ ആയിട്ട് എത്തിച്ചേർന്നതാണ്. അപ്പൊ കജന്റെ ഈ വിനയവും മറ്റും കണ്ട് സന്തുഷ്ടനായ ശുക്രാചാര്യൻ തന്റെ ശിഷ്യനായിട്ട് കജനെ സ്വീകരിച്ചു. ദേവന്മാരും മറ്റുമൊക്കെ തന്നെ ഗൂഢമായിരിക്കുന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് അയച്ചത് ഇദ്ദേഹം കജൻ മറച്ചു വെച്ചു. ബൃഹസ്പതിയുടെ പുത്രനാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെ ഗുരുവായിട്ട് ശുക്രാചാര്യനെ വരിച്ചു. ശുക്രാചാര്യൻ ഇദ്ദേഹത്തെ ശിഷ്യനായിട്ട് സ്വീകരിച്ചു. അങ്ങനെ വിദ്യാഭ്യാസമൊക്കെ നിർവഹിക്കാനൊക്കെ ആയിട്ട് തുടങ്ങി. അപ്പൊ ആ സമയത്ത് ഗുരുവിന് മാത്രമല്ല, ഗുരുപുത്രിയായിരുന്ന ദേവയാനിക്ക് വേണ്ടുന്ന പരിചരണങ്ങൾ കൂടി ഈ കജൻ നൽകുകയുണ്ടായിരുന്നു. അങ്ങനെ ദേവയാനിയെയും തന്റെ വശത്താക്കി കജൻ. പശുക്കളെയൊക്കെ മേയ്ക്കാനൊക്കെ ആയിട്ട് ദേവയാനിയെ സഹായിക്കും. പശുക്കൾക്ക് വേണ്ടുന്ന പുല്ല് ഇത്യാദി കാര്യങ്ങളൊക്കെ സംഭരിക്കാനൊക്കെ ആയിട്ടും വേണ്ടുന്ന കാര്യങ്ങൾ കജൻ ചെയ്തു കൊടുക്കും. അപ്പൊ ഇങ്ങനെ കളിച്ച് രസിച്ച് ജീവിച്ചു വരുന്നതിനിടയിൽ ദേവയാനിക്ക് കജനിൽ അതിരറ്റ സ്നേഹമൊക്കെ തോന്നി. രണ്ടുപേരും വേർപിരിയാത്ത ഇണപ്രാവുകളെ പോലെ കാടുകളിലൊക്കെ കളിച്ച് ചിരിച്ച് ഒക്കെ നടന്നു എന്ന് എഴുത്തച്ഛൻ വളരെ മനോഹരമായിട്ടൊക്കെ അതിനെ വർണ്ണിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീക്ക് എങ്ങനെയുള്ള പുരുഷനിലൊക്കെയാണ് അനുരാഗം തോന്നുക, ആ ഭാവത്തിലൊക്കെ ആ ഗുണങ്ങളൊക്കെ കജനില് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ രണ്ടുപേരും കൂടി വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നാളുകളൊക്കെ ഇങ്ങനെ കഴിച്ചു കൂട്ടുന്ന അവസരത്തിലാണ് അസുരന്മാര് കാര്യം മനസ്സിലാക്കി. തങ്ങളുടെ വിദ്യകള് വശമാക്കുവാനായിട്ട് ദേവന്മാർ അയച്ചിരിക്കുന്നതാണ് കജനെ എന്ന് അവർ ഗൂഢമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ കജനെ ഇല്ലാതെയാക്കാനുള്ള പദ്ധതികൾ ഇവര് ആസൂത്രണമൊക്കെ ചെയ്തു. ഒരിക്കല് കാലിയൊക്കെ മേയ്ക്കാനായിട്ട് പോയ കജനെ ഒറ്റയ്ക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അസുരന്മാര് കജനെ കൊന്ന് ശരീരം കൊത്തി നുറുക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചെന്നായ്ക്കൾക്ക് ഭക്ഷിക്കാനൊക്കെ ആയിട്ട് കൊടുത്തു. വൈകിട്ട് പതിവുള്ള സമയത്ത് പശുവൃന്ദങ്ങൾ തിരികെ ദേവയാനിയുടെ അടുക്കിലേക്ക് ചെന്നു. പക്ഷേ കജനെ കണ്ടുകിട്ടിയില്ല എന്ന്. കജനുണ്ടായിരുന്നില്ല കൂട്ടത്തിൽ എന്ന്. അപ്പൊ നേരം മയങ്ങി കജന്റെ പശുക്കൾ ഉടമസ്ഥനില്ലാതെ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നു. ദേവയാനി വളരെ നേരം കജനെ നോക്കിയിരുന്നു, കണ്ടില്ല. ഒടുവില് അച്ഛന്റെ അടുക്കൽ ചെന്ന് കണ്ണുനീർ വാർത്തൊക്കെ കൊണ്ട് ആ ദേവയാനി പറയുകയുണ്ടായി, സൂര്യനിത അസ്തമിച്ചിരിക്കുന്നു, പൈക്കളൊക്കെ ഇതാ മടങ്ങി വന്നിരിക്കുന്നു, പക്ഷേ കജനെ കാണുന്നില്ലല്ലോ. അപ്പൊ ഇങ്ങനെ മകള് ആ കജനെ പറ്റി പറഞ്ഞ് പരിഭ്രമിച്ച് കരയാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോഴ് ശുക്രാചാര്യൻ മകളെ സമാധാനിപ്പിച്ചു. കജനെ അങ്ങോട്ട് പേര് നീട്ടി വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ചെന്നായ്ക്കളുടെ ഉദരമൊക്കെ ഭേദിച്ചുകൊണ്ട് കജൻ വെളിയിൽ വന്നു. പല ചെന്നായ്ക്കള് കജന്റെ പല പല ശരീരഭാഗങ്ങളൊക്കെ ഭക്ഷിച്ചു എങ്കില് ആ ചെന്നായ്ക്കളിൽ നിന്നൊക്കെ ശരീരഭാഗങ്ങൾ തിരികെ യഥാക്രമത്തില് കൂടിച്ചേർന്നുകൊണ്ട് പൂർണ്ണരൂപത്തിലുള്ള ഒരു കജൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് അദ്ദേഹത്തിന്റെ ആ സവിശേഷത, ശുക്രാചാര്യൻ്റെത്. അത്രയ്ക്ക് അത്ഭുതകരമാണ് മൃതസഞ്ജീവിനി വിദ്യ. അപ്പൊ അങ്ങനെ കജൻ ദേവയാനിയുടെ സമീപത്തിലേക്ക് എത്തിച്ചേർന്നു. ദേവയാനി വിവരങ്ങളൊക്കെ തിരക്കി കജനുണ്ടായ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞു കൊടുത്തു. അസുരന്മാര് തന്നെ വധിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഒരിക്കല് കജൻ പൂവൊക്കെ പറിക്കാൻ പോയ സമയത്താണ് അസുരന്മാര് വീണ്ടും ഇദ്ദേഹത്തെ കൊന്നു വധിച്ചു. എന്നിട്ടോ ശരീരമൊക്കെ പൊടിച്ച് അവര് കടലിലിട്ട് കലക്കി കളഞ്ഞു അസുരന്മാര്. അന്നും പതിവ് പോലെ ദേവയാനി കജനെ പറ്റി
വാതോരാതെ പറഞ്ഞ് കരയാനൊക്കെ ആയിട്ട് തുടങ്ങിയപ്പോൾ വീണ്ടും ശുക്രാചാര്യൻ ഗജനെ പേരെടുത്ത് വിളിച്ചു. അങ്ങനെ ആ സമുദ്രത്തില് അരച്ച് കലക്കി ചേർത്ത ആ ഗജൻ വീണ്ടും ജീവൻ വെച്ച് ദേവയാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന്. ഇങ്ങനെ രണ്ട് ശ്രമങ്ങളും വൃഥാവിലായി കഴിഞ്ഞപ്പോൾ അസുരന്മാർ മറ്റൊരു പദ്ധതിയാണ് പിന്നീട് പ്രാവർത്തികമാക്കിയത് എന്ന്. അവരൊരിക്കല് ഗജനെ കൊന്ന് എന്നിട്ടോ ആ ശരീരത്തെ നുറുക്കി വറുത്ത് പൊടിച്ച് നല്ല പൊടിയൊക്കെ ആക്കി അതൊക്കെ യഥാതരത്തിൽ അരിച്ച് വളരെ ഒരു ചൂർണമാക്കി മാറ്റിയിട്ട് ഈ ശുക്രാചാര്യൻ സേവിക്കുന്ന മദ്യത്തില് ഇത് കലക്കി വെച്ചു. ഇതറിയാതെ ശുക്രാചാര്യൻ ഈ മദ്യത്തിൽ സേവിക്കുകയും ചെയ്തു. പതിവ് പോലെ എത്തേണ്ട സമയത്ത് ഗജനെ കാണാതെ ആയപ്പോൾ അന്നും ദേവയാനി കരഞ്ഞു. ശുക്രാചാര്യന്റെ അടുക്കിലേക്ക് ഓടി വന്നു. ശുക്രാചാര്യൻ പതിവ് പോലെ ഗജനെ വിളിച്ചപ്പോൾ ഗജൻ വിളി കേൾക്കുന്നില്ല ആദ്യം. പിന്നീട് വീണ്ടും വിളിച്ചപ്പോഴാണ് തൻ്റെ ഉദരത്തിൽ നിന്ന് വിളി കേൾക്കുന്നതായിട്ട് ശുക്രാചാര്യന് മനസ്സിലായത്. അപ്പൊ എങ്ങനെയാണ് തൻ്റെ ഉദരത്തിൽ വന്നത് എന്ന് ഗജനോട് ചോദിച്ചപ്പോൾ ഗജൻ മറുപടി പറഞ്ഞു, അങ്ങ് സേവിച്ച മദ്യത്തിൽ എന്നെ ചൂർണമാക്കിയിട്ട് കലക്കിയിരുന്നു അസുരന്മാർ. അങ്ങനെയാണ് അങ്ങയുടെ ഉദരത്തിൽ ഞാൻ അകപ്പെട്ടത് എന്ന്. ഇത് കേട്ടപ്പോൾ ശുക്രാചാര്യന് കോപമുണ്ടായി. അസുരന്മാരെ ശപിക്കാനൊക്കെ ആയിട്ട് ഇദ്ദേഹം തയ്യാറായപ്പോൾ ഗജൻ അത് തടഞ്ഞു എന്നാണ്. തപസ്സിന് ഭംഗം വരും. കാര്യം താപസ ശ്രേഷ്ഠന്മാർക്ക് ഈ കോമവും കാമവും ഈ കാര്യങ്ങളൊക്കെ നന്നല്ല, ഭൂഷണമല്ല എന്നുള്ളത്. അപ്പൊ അതൊക്കെ പറഞ്ഞ് ഗജൻ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു. അപ്പൊ ദേവയാനിയോട് ധർമ്മസങ്കടത്തിലായ ശുക്രാചാര്യൻ ചോദിച്ചു, ഞാന് ഗജനെ ജീവിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ മരിക്കും. ഞങ്ങളിൽ രണ്ടുപേരില് ആരെങ്കിലും ഒരാൾ മാത്രമേ ജീവനോടെ ഉണ്ടാവൂ. എന്താണ് ചെയ്യേണ്ടതെന്ന് ദേവയാനിയോട് ചോദിച്ചു. അപ്പൊ ദേവയാനി മറുപടി പറഞ്ഞത്, രണ്ടുപേരും നിസ്സാരക്കാരല്ല. ഒന്ന് ബൃഹസ്പതിയുടെ പുത്രനാണ്, അങ്ങും നിസ്സാരക്കാരനല്ല. അതുകൊണ്ട് ഉചിതമായത് ചിന്തിച്ച് പ്രവർത്തിക്കുക. അപ്പോഴാണ് തൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ആ ഗജൻ പറഞ്ഞത് എന്താ, അങ്ങയുടെ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്നാ പറഞ്ഞു. അപ്പോൾ ആ ഗജന്റെ ആ വിനയത്തിലും ഒക്കെ സന്തുഷ്ടനായിക്കൊണ്ട് ശുക്രാചാര്യൻ വേഗം തന്നെ മൃതസഞ്ജീവനി വിദ്യ ഗജനെ പഠിപ്പിച്ചു. അങ്ങനെ ശുക്രാചാര്യന്റെ ഉദരത്തിൽ കിടന്നുകൊണ്ട് ഈ മൃതസഞ്ജീവനി വിദ്യ വശത്താക്കി ഗജൻ. അങ്ങനെ ഗജൻ വിദ്യ പഠിച്ചു കഴിഞ്ഞപ്പോൾ ശുക്രാചാര്യൻ വേഗം തന്നെ ഗജനെ വിളിച്ചു. അങ്ങനെ ശുക്രാചാര്യന്റെ ഉദരം പിളർന്നുകൊണ്ട് ഗജൻ വെളിയിലേക്ക് വന്നു. ശുക്രാചാര്യനും അവിടെ മരിച്ചു വീണു. പക്ഷേ മരിച്ചു വീണ ശുക്രാചാര്യനെ വിദ്യവശമാക്കിയിരുന്ന ഗജൻ മൃതസഞ്ജീവനി വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ജീവിപ്പിച്ചു. അപ്പോൾ അങ്ങനെ തൻ്റെ ദക്ഷിണ കൂടി ഗുരുവിന്റെ ജീവൻ തിരികെ നൽകുന്നതിലൂടെ നിർവഹിക്കുകയുണ്ടായി ഗജൻ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഗജൻ മരിച്ചുപോയ ശുക്രാചാര്യനെ അവിടെ ജീവിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് ശുക്രാചാര്യൻ അതിയായ സങ്കടവും കോപവും ഒക്കെ ഉണ്ടായി. താനിങ്ങനെ മദ്യം സേവിച്ചതാണല്ലോ ഈ കുഴപ്പത്തിന് കാരണം. അപ്പൊ അതുകൊണ്ട് ഇനി മുതൽക്ക് താൻ മദ്യം സേവിക്കുന്നതല്ല, താൻ മാത്രമല്ല ബ്രാഹ്മണരായിരിക്കുന്ന ആൾക്കാർ മദ്യം സേവിക്കരുത് എന്നുകൂടി അദ്ദേഹം നിഷ്കർഷിച്ചു എന്നാണ്. പിന്നെ അസുരന്മാരെയും അദ്ദേഹം ഒരു ശാപമൊക്കെ നൽകിയെന്ന, നിങ്ങൾ അജ്ഞാനികളായിട്ട് മാറി ജീവിക്കട്ടെ എന്ന, ഒരിക്കലും അവർക്ക് ജ്ഞാനമുണ്ടാകാതിരിക്കട്ടെ, അജ്ഞാനികളായിട്ട് അവർ മാറട്ടെ, ബ്രാഹ്മണര് സുരപാനം ചെയ്യാതിരിക്കട്ടെ. ഇനി സുരപാനം ചെയ്യുകയാണെങ്കിലോ ബ്രാഹ്മണർക്ക് ബ്രഹ്മഹത്യാപാപം വന്ന് ഭവിക്കും, അവർ ജാതിഭ്രഷ്ടരായിട്ട് മാറും. അപ്പോൾ അങ്ങനെ ശുക്രാചാര്യന്റെ ഒരു ശാപത്തെ പറ്റി കൂടി അവിടെ ആദ്യ ഭാഗത്ത് നമുക്ക് കേൾക്കാം. അപ്പോൾ 3 പ്രാവശ്യം മരിച്ചിട്ടും ജീവിച്ചയാളാണ് ഗജൻ എന്നാണ്. അപ്പോൾ ഇങ്ങനെ ശുക്രാചാര്യന്റെ ആ ശാപമാകട്ടെ ഇന്നും ഈ ഫലിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇന്നത്തെ സമൂഹത്തിലും ബ്രാഹ്മണരാണ് എങ്കിൽ തന്നെയും മദ്യപാനം നടത്തുന്ന ആൾക്കാരെ മറ്റുള്ളവർ വളരെ നികൃഷ്ടമായിട്ടാണ് കാണുന്നത്. ജാതിഭ്രഷ്ടരാക്കാറൊക്കെ ഉണ്ട്. തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാത്ത ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഈ വർത്തമാനകാല ജീവിതത്തിൽ കണ്ടെത്താനൊക്കെ ആയിട്ട് കഴിയും. അപ്പൊ ശുക്രാചാര്യന്റെ ആ ശാപം ഒരിക്കലും നിഷ്ഫലമാവില്ല, മാത്രമല്ല അതിന്റെ ബലം ഒരിക്കലും നഷ്ടവുമാവില്ല എന്നാണ്. അപ്പോൾ അങ്ങനെ
ദേവയാനി ചരിതത്തില് ആദ്യ ഭാഗത്ത് നമ്മൾ ഈ കജന്റെ കഥയാണ് അനുസ്മരിച്ചത്. എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.